വൻ ക്രിസ്ത്യൻ പ്രതിഷേധം ഭയന്ന് ട്രംപ് തന്നെ യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്നും ലോകത്തുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും സ്വയം ക്രിസ്തുവായി അവരോധിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പോസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. അതോടൊപ്പം ട്രംപ് പോപ്പിനെ അധിക്ഷേപിച്ചതിന് അതിശക്തമായ പ്രതികരണങ്ങളും വ്യത്യസ്ത ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്നുണ്ടായി. ഇറ്റലി മുതൽ മുസ്ലിം രാജ്യമായ ഇറാൻ വരെ പോപ്പിന് പിന്തുണ നൽകിക്കൊണ്ടുവരുന്നത് കാണുന്നത് വളരെ നല്ല കാഴ്ചയാണ്. അതായത് ട്രംപിന്റെ അടുത്ത അലൈസ് ആണ് ഇറ്റലി അടക്കം ട്രംപിന്റെ പ്രസ്താവനയെ തള്ളിപ്പറയുകയും ഇറാൻ അടക്കം പോപ്പിനെ അനുകൂലിക്കുകയും, അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങൾ, കാര്യം പോപ്പ് നിൽക്കുന്നത് മനുഷ്യത്വത്തിന് വേണ്ടിയാണ്, ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തിന് വേണ്ടിയാണ്, മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ്, ലോക സമാധാനത്തിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവിൽ പോപ്പിന് വൻ പിന്തുണയും ട്രംപ് അവസാനം തന്നെ ക്രിസ്തുവായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തപ്പോഴും നട്ടാൽ കുരുക്കാത്തൊരു കള്ളം ഈ മനുഷ്യൻ പറഞ്ഞു. ഞാൻ എന്നെ തന്നെ ഡോക്ടറായിട്ട് കണ്ടുകൊണ്ടാണ് അങ്ങനെ പോസ്റ്റ് ചെയ്തതെന്ന്. ഏത് ഡോക്ടറാണ് ഇത്തരത്തിൽ ചുമന്ന കേപ്പ് ഇട്ടുകൊണ്ട് വരുന്നത്? കള്ളം പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ഏത് ഡോക്ടറിൻ്റെ കയ്യിലാണ് ദിവ്യ വെളിച്ചം ഉണ്ടാകുക? ഏത് ഡോക്ടറാണ് തലയിൽ കൈവച്ച് സുഖപ്പെടുത്തുക? അപ്പോൾ കള്ളം പറയുന്നതിനൊന്നും ഒരു മടിയുമില്ലാത്തൊരു മനുഷ്യനാണ് ട്രംപ് എന്ന് നമുക്കറിയാം. അതായത് ട്രംപ് അമേരിക്കയിലെ ഒരു തരം തീവ്ര ക്രിസംഗിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങറാണ് ട്രംപ് എന്ന് നമുക്കറിയാം. എന്തായാലും ഈ റൗണ്ടിൽ പോപ്പിനാണ് വിജയം. അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ നോക്കുകയാണെങ്കിലും പോപ്പിനാണ് വിജയം. അമേരിക്കയിലും നല്ല രീതിയിൽ കത്തോലിക്ക പോപ്പുലേഷൻ ഉണ്ട്. അവിടുത്തെ വൈറ്റ് പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കലാണ് കൂടുതലെങ്കിലും ട്രംപിൻ്റെ തന്നെ ക്യാബിനറ്റിലെ നമ്മുടെ JD വാൻസ് അടക്കമുള്ളവർ ഒക്കെ കാത്തലിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ മാത്രമല്ല, പോപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ സ്പിരിച്വൽ ഫിഗറാണ്. അപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവനകൾ നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ടതും അപലപിക്കേണ്ടതും ഒരു മനുഷ്യൻ എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നാണ് ട്രംപ്. അപ്പോൾ ആ ട്രംപിൻ്റെ പ്രസ്താവന ഞാൻ എടുക്കാം. എത്ര വലിയ കള്ളമാണ് ആ മനുഷ്യൻ പറയുന്നത് നമുക്കൊന്ന് നോക്കണം. ഒരു മടിയുമില്ലാതെ കള്ളം പറയുകയാണ് ട്രംപ്. ട്രംപിന്റെ പ്രസ്താവനകൾ നമുക്കൊന്ന് കേൾക്കാം. അത് കണ്ടാലേ അത് നമ്മൾ വിശ്വസിക്കും. എന്തായാലും ട്രംപ് ഡിലീറ്റ് ചെയ്ത്, അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ പോസ്റ്റ് മുക്കി ട്രംപ് ഓടി എന്ന് പറയേണ്ടി വരും. Delete a controversial social media post, and yet Biden has done just that after sharing an image that depicted him as Jesus Christ. I did post it, and I thought it was me as a doctor. And sorry. How would a U.S. had to do with Red Cross as a Red Cross? After sharing an image, I did post it, and I thought it was me as a doctor. എങ്ങനെയാണ് അത് ഡോക്ടർ ആവുന്നത്? ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്. ഇയാൾ കള്ളം പറയുന്നതിന് എന്തെങ്കിലും ഒരു മയവും മര്യാദയും വേണ്ടേ? ഞാൻ ഡോക്ടറായിട്ടെന്ന്, ഏതാ ഡോക്ടറിൻ്റെ സ്റ്റെസ്കോപ്പോ ഡോക്ടറിൻ്റെ ഡ്രസ്സോ ആണോ ഇട്ടിരിക്കുന്നത്? കള്ളം പറയാനൊന്നും ഒരു മടിയുമില്ല. ഇതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ട്രംപിൻ്റെ തീവ്ര ക്രിസംഗി, അവിടുത്തെ എക്സ്ട്രീം റൈറ്റ് വിങ് ഈ എന്താ പറയുക, അവിടുത്തെ ക്രിസംഗി ബേസിൽ നിന്ന് ട്രംപിനെ ക്രൈസ്റ്റിനോട് ഉപമിച്ച് ചില ആൾക്കാർ വൈറ്റ് ഹൗസിൽ പ്രസംഗിച്ചത്. അതിനെതിരെയും വ്യാപകമായ വിമർശനം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനോടോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തോടോ ബുദ്ധനോടോ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ അങ്ങനെയുള്ള മനുഷ്യരോട് കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണോ ഇങ്ങനെ? നമ്മളൊന്ന് ആലോചിക്കണം. ലോക ചരിത്രത്തിൽ നമ്മൾ അവതാരങ്ങളെന്നോ അല്ലെങ്കിൽ മഹാഗുരുക്കന്മാരെന്നോ കാണുന്ന ശ്രീകൃഷ്ണനോ ശ്രീരാമനോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ ബുദ്ധനോ ജൈനനോ കൺഫ്യൂഷ്യസോ സൊറാസ്റ്ററോ പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾ ലോക ചരിത്രത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ നിന്ന് കള്ളം പറയാൻ മടിയില്ലാത്ത, ആൾക്കാരെ കൊല്ലാൻ മടിയില്ലാത്ത ഈ മനുഷ്യൻ യേശു ക്രിസ്തു എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ മഹാദൈവദൂതനോട് സ്വയം കമ്പയർ ചെയ്യുന്നത് എന്തൊരു അപമാനമാണ്. എന്നാലും ട്രംപ് ഡിലീറ്റ് ചെയ്തത് ട്രംപിന് ഈ വൻ തിരിച്ചടി, ബാക്ക്ലാഷ് കൊണ്ടാണ്. ഞാനൊരു റെഡ് ക്രോസ് വർക്കറായിട്ടോ Only the fake news could come up with that. Only the fake news ആണ് വ്യാഖ്യാനം. ഇയാളാണ് ഏറ്റവും ലോകത്ത് ഫേക്ക് ന്യൂസ് പറയുന്നത്. And I said, how did they come up with that? It's supposed to be me as a doctor. Now, the president posted this image on his Truth Social. എന്തൊരു കള്ളമാണ്. And shortly thereafter, അതാണ് ഈ കള്ളം പറയുന്ന ഇത്തരം ഭരണാധികാരികൾ ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും പോപ്പിന് വൻ രീതിയിൽ ലോകമാധ്യമങ്ങൾ, പോപ്പ് ഒരു ഡിപ്ലോമാറ്റിക് ആളാണ്, പോപ്പ് പൊളിറ്റീഷ്യനല്ല, പട്ടാളക്കാരനല്ല. പക്ഷേ ലോകവ്യാപകമായി അമേരിക്കൻ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും പോപ്പിനാണ് പിന്തുണ ഏറുന്നതെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, പോപ്പ് നന്മയുടെ പ്രതീകമാണ്, സത്യത്തിൻ്റെ പ്രതീകമാണ്. അതിശക്തമായ രീതിയിൽ പോപ്പിനെതിരെ പോപ്പ് വീക്കാണെന്നും ദുർബലനാണെന്നും ടെറിബിൾ ഫോറിൻ പോളിസി ആണെന്നും പോപ്പ് അമേരിക്കക്കാരനാണ്,
അതുകൊണ്ട് അതായത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടോടാണ് പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പോപ്പ് കോമൺ സെൻസ് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പോപ്പ് റാഡിക്കൽ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്ത് തരമാണ്? അതായത് പോപ്പിനെ പോലെ ലോകാരാധ്യനായ, മാർപ്പാപ്പയെ പോലെ ലോകാരാധ്യനായ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും കാണിക്കുന്ന ഈ ബഹുമാനക്കുറവ് ശക്തമായ രീതിയിൽ ട്രംപിന് തിരിച്ചടിക്കും. അതിന് സംശയമില്ല. എന്തായാലും പോപ്പിൻ്റെ ഭാഗം വിജയിക്കട്ടെ, ക്രിസ്തുവിൻ്റെ മാർഗം വിജയിക്കട്ടെ. ആ ക്രിസ്തുവിൻ്റെ മാർഗത്തിൻ്റെ വിജയവും പോപ്പിൻ്റെ വിജയവുമാണ് ലോകത്തിന് സമാധാനം ഉണ്ടാക്കുക. പോപ്പ് ഇത്രയും ശക്തമായ നിലപാടെടുക്കുന്നത് ഒരു മുസ്ലിം രാജ്യമായ ഇറാന് വേണ്ടിയാണ്. അത് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തെയും കൂടുതൽ ഊട്ടിയുറപ്പിക്കും. മുസ്ലിം സഹോദരങ്ങളും ശ്രദ്ധിക്കണം, ഇറാന് വേണ്ടി വന്ന ഏറ്റവും വലിയ വോയിസ് അതൊരു മുസ്ലിം രാജ്യത്തു നിന്നായിരുന്നില്ല, പകരം പോപ്പിനെ പോലെ ഒരു ക്രിസ്ത്യൻ ഫിഗറിൽ നിന്നായിരുന്നു. അത് ക്രിസ്തു മാർഗിയായതുകൊണ്ടാണ്. ആ പോപ്പിലും യേശു ക്രിസ്തുവിലും നമുക്ക് ഐക്യപ്പെടാൻ കഴിയട്ടെ.